ഇട്ടോളെ നമ്മൾ തുടങ്ങിയതാ ഈ മടക്കിയിടാൻ വേണ്ടി. അപ്പോൾ ബോക്സിലേക്ക് ഏകദേശം കഴിഞ്ഞിപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ പല ആൾക്കാരും വരുന്ന 1 കോടി 2 കോടി 3 കോടിയുടെ വീടൊക്കെ ഉണ്ടെന്നല്ലേ. നിങ്ങൾക്ക് അവിടെ പോയി പരിശോധിച്ചാൽ അറിയാം, മാക്സിമം പോയി 30 ലക്ഷം റുപ്യ 1000 രൂപ വെച്ച് നോക്കുവാണെങ്കിൽ 83,29,000 രൂപ. ഇവരുടെ ക്ലാരിറ്റി എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പാണ്ടിക്കാട് ലോട്ടറി തട്ടിപ്പ് അടിയന്തര അന്വേഷണം വേണം ഉത്തരവിട്ട് സംസ്ഥാന പോലീസ് മേധാവി, മലപ്പുറം പോലീസ് മേധാവിക്ക് അന്വേഷണ ചുമതല. പാണ്ടിക്കാട് കുഞ്ഞന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അരങ്ങേറിയത് കോടികളുടെ തട്ടിപ്പാ. എടാ, ഇങ്ങനെയൊക്കെ പൈസ മേടിക്കുന്നില്ല, നീയൊക്കെ എവിടെയെങ്കിലും പോയി ഭിക്ഷാടനം എടുക്കുക, അതിനൊരു അന്തസ് കാണും. ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് വിത്ത് പ്രൂഫ് ഇവരുടെ ലൈവ് തൊട്ട് ഞാൻ പൊളിച്ച് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മലപ്പുറം പോലീസ് മേധാവിക്ക് ഡയറക്റ്റ് പരാതിയും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നതും. എന്തായാലും ഇതിനകത്ത് ഇവർ കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവർക്ക് വ്യക്തമായി കാണിക്കാനുള്ള ഒരു പ്രൂഫുകളോ കാര്യങ്ങളോ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ലൈവിനകത്ത് ഈ കാണാൻ പോകുന്നതിനകത്ത് ആ ഗ്ലാസ് ടാങ്കിന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെ. അവരുടെ പല ഫേഷ്യൽ എക്സ്പ്രഷൻസും പെട്ടെന്നൊരു ക്യാമറ ലൈവിലേക്ക് വരുമ്പോഴത്തേക്കിന് അവരുടെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടാതിരിക്കാനുള്ള അവരുടെ ഒരു മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, മൂവ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നവർക്കും അത് മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. ആദ്യം നമുക്ക് ഈ ലൈവിന്റെ ഫസ്റ്റ് ക്ലിപ്പ് ഒന്ന് കാണാം. അതായത് ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഞാനൊരു ലൈവ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്നേ ദിവസം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തലേ ദിവസത്തോട് കൂടി ഇതിന്റെ കട്ട് ഓഫ് ആവുമല്ലോ. കട്ട് ഓഫ് നടത്തിയിട്ട് ഇന്നായിരിക്കും നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അപ്പം അങ്ങനെ മനസ്സിൽ വെച്ച് വേണം ഇത് കാണാൻ. കാരണം അങ്ങനെ തന്നെയാണ് എല്ലായിടവും നറുക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടേത് മാത്രമാണ് ഭയങ്കര പ്രഹസനകരമായിട്ടുള്ളൊരു നറുക്കെടുപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ആ ലൈവിന്റെ തുടക്കം നോക്കാം. ലൈവ് എടുക്കാൻ പോകുന്ന സമയമാണ്. ലൈവ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ലൈവ് അങ്ങോട്ട് സ്റ്റാർട്ട് ആയപ്പോൾ തന്നെ എനിക്കൊരു 30 എണ്ണം കൂടെ ഇടാനുണ്ടെന്ന്. 30 എണ്ണം കൂടെ കേട്ടോ, എഴുതി 30 എണ്ണം കൂടെ കിട്ടുന്നത്. എന്തൊരു ആത്മാർത്ഥത ഇല്ലേ, അന്നേരം പൈസ ഇട്ട് തന്നെയായിരിക്കില്ലേ, എന്തൊരു ആത്മാർത്ഥത. അതിനകത്തൂടെ ഭയങ്കരമായിട്ട് നമുക്ക് ആത്മാർത്ഥത തുളുമ്പുക കേട്ടോ. അത് എങ്ങനെ തുളുമ്പുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ കുറച്ച് ദിവസം മുമ്പുള്ള ഈ വീട് വിൽക്കുന്ന ആളുണ്ടല്ലോ നാസിർ, ഈ നാസിർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ കാണിച്ചുതരാം. ആ യൂട്യൂബ് ചാനലിനകത്ത് ഇയാൾ ഭയങ്കര അപ്ഡേഷൻ ആയിരുന്നു. ഈ പൈസ ഇടുന്നവരുടെ പേപ്പർ കൃത്യമായിട്ട് എഴുതി ഗ്ലാസ് ടാങ്കിനകത്ത് ഇടുന്ന ഒരു അപ്ഡേഷൻ ഉണ്ട്. ഞാൻ അത് കാണിച്ചിട്ടുണ്ടെന്നുണ്ടല്ലോ. അങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് പൈസ ഇടുന്നവരെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ ഞറുക്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഇത് കൃത്യമായിട്ട് എഴുതി ആ ഗ്ലാസ് ടാങ്കിലേക്ക് ഇടാനുള്ള ഒരു ഔചിത്യബോധം എന്തായിരിക്കും മനുഷ്യ? നിങ്ങളൊന്ന് പറഞ്ഞു തരണേ, നിങ്ങൾ എങ്ങനെയാ ചെയ്തതെന്നുള്ളത്. നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാൻ അറിയത്തില്ല. ഈ സ്ക്രിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പാളിപ്പോയൊരു സാധനമാണ്. ഇത് ആദ്യത്തെ സാധനം. ഇനി രണ്ടാമത്തെ സാധനമുണ്ട്. ഈ രണ്ടാമത്തെ സാധനമാണ് ഇതിന്റെ ഹൈലൈറ്റ് തെളിവ്. കുഞ്ഞൻ കടന്ന് തപ്പുമല്ലോ, തപ്പുമ്പോഴത്തേന് ചോദിക്കും എന്താ കിട്ടിയില്ലേ എന്നൊരു സംഭവം. അതൊന്ന് കണ്ടു നോക്കാം. ഇനിയാണ് കുനിയുമ്പോഴാണ് വരുന്നത്. നോക്കിയോ, ശ്രദ്ധിച്ചിട്ട് കേൾക്കാൻ പാടാം. എന്താ കിട്ടിയില്ലേ പൊന്നാന്ന്? എന്തോ കിട്ടിയില്ലെന്നാ? എങ്ങനെ കിട്ടാനാ? ഭയങ്കര പാടല്ലേ എടുക്കാനായിട്ട്. ഈ സ്ക്രിപ്റ്റഡ് ഒക്കെ ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെയുള്ള ഡയലോഗുകളൊന്നും പുറത്ത് വിടരുത്. എന്തോ കിട്ടാനാ? നമ്മൾ അതിനകത്ത് നിന്ന് ഒരെണ്ണം എടുക്കുമ്പോഴേ നമുക്കറിയാലോ, അതിനകത്ത് നിങ്ങൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 8329 സാധനമുണ്ട്. അതിനകത്തൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്തൊന്നും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പം ഇതെങ്ങനെ അവിടെ സംഭവിച്ച്? നിങ്ങൾ ഈ എടുക്കാൻ പോയ സാധനം കിട്ടിയില്ലേന്ന് അവിടെ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കത് അങ്ങോട്ട് അതിന്റെ ഒരു ഔചിത്യബോധം കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നാൽ മതി. പറഞ്ഞു തന്നാൽ നമുക്ക് വിഷയമില്ല. പറഞ്ഞു തരുമ്പോൾ ചുമ്മാ വാവച്ച് പറഞ്ഞാൽ പോരാ, വിത്ത് പ്രൂഫ് വെച്ചിട്ട് വേണം നമ്മുടെ അടുത്തോട്ട് കാണിക്കാനായിട്ട്. ഇനി ഇവരുടെ തട്ടിപ്പ്, ഇവർ ഈ തട്ടിപ്പ് എന്തോ ചെയ്തെന്നുള്ള മെയിൻ ആയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ. അതായത് നമ്മുടെ കുഞ്ഞനൊരു 4-5 ദിവസം മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ശകലം ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ നറുക്കെടുത്തത്. പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞാൻ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതെന്താണ് കാരണം എന്നില്ല, ഇജെന്നെ വെളിപ്പെടുത്തണം, ഫുള്ള് സത്യം പുറത്ത് വരണം. അപ്പം നിങ്ങളിലേറെ ആഗ്രഹം എനിക്കത് പുറത്ത് കൊണ്ടുവരാനാണ്. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകുന്നുണ്ട്. എൻ്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും എൻ്റെ കൂടെ ഒപ്പം പോരാ. കാരണം ഞാൻ കള്ളത്തരം കാട്ടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 ദിവസം ആയിട്ടുണ്ട്. ഇതുവരെ വയനാട്ടിൽ എത്തിയില്ല. എങ്ങനെയാണോ വരുന്നത്? മുട്ടാലാണോ വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ അല്ലാതാണെങ്കിൽ വന്ന് ഇപ്പം നിങ്ങൾ ചെയ്തതിനകത്ത് ഒരു കുഴപ്പമില്ല. നിങ്ങൾ അത്ര ക്ലിയർ കട്ടായിട്ട് ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റി ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്തേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾ എത്തി ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിർവഹണം ഞങ്ങൾക്ക് തരേണ്ട സമയം കഴിഞ്ഞു.
അതും കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ഇവിടെ അല്ല, നിങ്ങൾ ഇവിടുന്ന് പോയി. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനൊന്നും പറയാനില്ല, വ്യക്തമായ ഉത്തരവില്ല. ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് കുടുംബമായിട്ട് ഇവിടെ നിന്ന് പോയി. ആ പോയ കാര്യങ്ങൾ വരെ ഞാൻ ഇതിനകത്ത് എന്തായാലും കാണിക്കുന്നുണ്ട്. ആളെ സംബന്ധിച്ച് ആളിപ്പോൾ ഇവിടെ ഇല്ല. ആള് താണ്ട കാണിക്കുന്ന പോലെ ഒരു ട്രെയിനിനകത്ത്, അത് AC കമ്പാർട്ട്മെന്റിനകത്ത് കയറി ഇരുന്നിട്ട് ഡോറും തുറന്ന് തറയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വളരെയധികം അഭിമാനകരമായ നിമിഷങ്ങളാണ് അങ്ങനെ ഒരു ഇന്ത്യൻ റെയിൽവേക്കകത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിറ്റേ ദിവസം വയനാട്ടിൽ വന്നിട്ടുമില്ല, വയനാട്ടിൽ വന്നിട്ട് ഇതിനെപ്പറ്റി ക്ലാരിറ്റി തന്നിട്ടില്ല, ആരും പോയിട്ടുമില്ല, വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? അങ്ങനെ ഒരു ചോദ്യം ഈ വീഡിയോ കണ്ടവർക്ക് ചോദിക്കത്തില്ലേ? നിങ്ങൾ വന്ന് ഇതിനൊരു ക്ലാരിറ്റി തന്നോ? നിങ്ങൾ കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ, അവർക്കെല്ലാം നിങ്ങൾ എന്തെങ്കിലും മൊഴിഞ്ഞു കൊടുത്തോ? അല്ലെങ്കിൽ ഈ പൈസ 1000 രൂപ വെച്ച് ടിക്കറ്റ് എടുത്തല്ലോ, അതൊന്ന് മൊഴിഞ്ഞു കൊടുത്തോ? 1000 രൂപ ടിക്കറ്റ്, ഇതാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. പിന്നെ ഈ അണ്ണൻ ഇപ്പൊ വരാത്തതിന്റെ മെയിൻ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഷാഫി പുള്ളിക്കാരന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലിലൂടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു 3 മിനിറ്റുള്ള ഒരു വീഡിയോ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറഞ്ഞവനും അവന്റെ കൂടെ ആ പരിപാടി നടത്തിയവന്മാരും ഭൂലോക ഫ്രോഡുകളാണെന്നും തട്ടിപ്പാണെന്നുള്ള തെളിവ് അവന്റെ വായിൽ തന്നെ വീണിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവന്മാര് കാണിച്ചിട്ടുള്ള തട്ടിപ്പിന്റെ ആഘാതം എത്രത്തോളം വലുതാണെന്നുള്ളൊരു കാര്യം. നമ്മൾ പറയാം, വീണ്ടും നമ്മൾ വേണമെങ്കിൽ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ വീട് എന്തായാലും നമ്മൾ പുള്ളിക്കാരൻ തിരിച്ചു കൊടുക്കില്ല, കൺഫേമാണ് തിരിച്ചു കൊടുക്കില്ല. കഴിഞ്ഞിപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ പല ആൾക്കാരും വരുന്ന 1 കോടി 2 കോടി 3 കോടിയുടെ വീടൊക്കെ ഉണ്ടെന്നല്ലേ. നിങ്ങൾക്ക് അവിടെ പോയി പരിശോധിച്ചാൽ അറിയാം, മാക്സിമം പോയി 30 ലക്ഷം റുപ്യ 40 ലക്ഷം രൂപ മാക്സിമം ആ വീടിന് കിട്ടുള്ളൂ. അത്രയ്ക്കുള്ള ഒരു വീടേ ഉള്ളൂ. 15 വർഷം 20 വർഷത്തെ പഴക്കമുണ്ടെന്ന് തോന്നുന്ന വീട് കണ്ടിട്ട് അത്രയുള്ള വീട്. പിന്നെ അത് മാത്രമല്ല, 25 ലക്ഷം രൂപ 30 ലക്ഷം രൂപയുടെ വീട് പോട്ടെ, നമുക്ക് 25 ലക്ഷം രൂപ മാറ്റാം. 30 ലക്ഷം രൂപയുടെ വീട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവരെങ്ങനെയാണ് ഈ പരിപാടി അറേഞ്ച് ചെയ്തത്? 30 ലക്ഷം രൂപയ്ക്ക് വിൽക്കേണ്ട വീട് ജനങ്ങളുടെ അടുത്ത് ചാരിറ്റിയാണ്, ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയാണ്, ജനനന്മയാണ്, മനസ്സിന് വലിപ്പമുള്ളവര് പൈസ തരിക, 1000 രൂപ വെച്ച് അടയ്ക്കുക, ഒരു 2 കൂപ്പൺ എടുത്താൽ 1 കൂപ്പൺ ഫ്രീ, 4 എണ്ണം എടുത്താൽ 2 എണ്ണം ഫ്രീ, 8 എണ്ണം എടുത്താൽ 4 എണ്ണം ഫ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പ്രലോഭിപ്പിച്ച് നിങ്ങളൊക്കെ ടിക്കറ്റ് അങ്ങോട്ട് എടുക്കാൻ ചെന്നപ്പോഴത്തേക്കിന് ഇവർക്ക് വിറ്റുപോയത് 8329 ടിക്കറ്റുകൾ. ഓക്കെ, ഒരു ടിക്കറ്റിന് 1000 രൂപ വെച്ച് നോക്കുവാണെങ്കിൽ 83,29,000 രൂപ. ഇവരുടെ ക്ലാരിറ്റി എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീടിന്റെ വില 30 ലക്ഷം ആക്കി കഴിഞ്ഞാൽ ഒരു ജിമിനിയുടെ വില പോട്ടെ ഒരു 16 ലക്ഷം രൂപ കൂട്ടിക്കോ, ഒരു ബുള്ളറ്റ്, ഒരു ആക്റ്റീവ്, 2 ഗോൾഡ് കോയിനും കൂടെ ചേർത്ത് ടോട്ടൽ ഒരു 20 ലക്ഷം രൂപ നമ്മളൊന്ന് കൂട്ടിയാലോ 50 ലക്ഷം രൂപ അല്ലേ? ബാക്കി എത്ര ഇതിനകത്ത് വരുന്നു? ഓക്കെ, അത് 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 ഏത് അടിസ്ഥാനത്തിൽ എന്തോ നിങ്ങൾ GST അടയ്ക്കുന്നുണ്ടോ? നിങ്ങൾ ഈ ചെയ്തതിന് നിങ്ങൾ ഫണ്ട് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇതെങ്ങനെ വന്നത്? ഇത് കണക്ക് പ്രകാരമുള്ള ടിക്കറ്റാണ്. ഇവർ പറഞ്ഞിട്ടുള്ള കണക്ക് പ്രകാരമുള്ള ടിക്കറ്റാണ് ഞാൻ പറയുന്നത്. പക്ഷെ കണക്ക് പ്രകാരം ഇത്രയും ടിക്കറ്റ് അല്ല, ഇതിൽ കൂടുതൽ ടിക്കറ്റുകൾ പോയിട്ടുണ്ടെന്നാണ് പല യൂട്യൂബ് ചാനലുകളിൽ നിന്നും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവുകൾ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ പടലം എടുത്തു വെച്ച് ഞാനത് കാണിക്കും. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവന്മാർ കാണിക്കുന്ന കള്ളത്തരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ചുമ്മാ പോയി കിടന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കല്ലോ ഒന്നോ. പിന്നെ ഇവരുടെയൊക്കെ ഈ വീഡിയോ ചെയ്യുന്നൊരു ഫസ്റ്റ് തട്ടിപ്പ് എന്ന് തോന്നുന്നത് നിങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, മറ്റവനുണ്ടല്ലോ നാസിം എന്ന് പറഞ്ഞ ആൾ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുമ്പോഴത്തേക്കും ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കും ആ വെള്ള തൊപ്പി എടുത്തങ്ങ് വെക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വീഡിയോ നോക്കിയാൽ മതി. ആ വെള്ള തൊപ്പി എടുത്ത് വെച്ചിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടായിരിക്കും ഈ പരിപാടി തുടങ്ങുന്നത്. അപ്പം ഒരുപാട് ആൾക്കാർ തെറ്റാണെന്ന് ധരിച്ചാലും ഇവൻ ഇങ്ങനെ കാണിക്കത്തില്ലല്ലോ എന്നൊരു ചിന്താഗതിയിലേക്ക് മാറിപ്പോവാം. അതാണ് തട്ടിപ്പിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ എടുത്ത് നിങ്ങൾ പുറത്തോട്ട് മാറ്റി നിർത്തണം. എന്നിട്ട് ഇങ്ങനെ അങ്ങ് റിയാക്ഷൻ ചെയ്യാനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. നമ്മളങ്ങ് അടിച്ച് അണ്ണാക്കിലും കൊടുത്തിരിക്കും. അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത ഇതിന്റെ പോലീസ്, അതായത് പോലീസ് കേസായെന്ന് പറഞ്ഞല്ലോ. അപ്പം പോലീസ് കേസിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ അത് കാണിച്ചു തരാം. ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ലീഗൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് വന്നിട്ടുള്ളൊരു പോസ്റ്റാണ്. പാണ്ടിക്കാട് ലോട്ടറി തട്ടിപ്പ് അടിയന്തര അന്വേഷണം വേണം ഉത്തരവിട്ട് സംസ്ഥാന പോലീസ് മേധാവി, മലപ്പുറം പോലീസ് മേധാവിക്ക് അന്വേഷണ ചുമതല. പാണ്ടിക്കാടൻ എന്ന പേരിൽ വീടും പുരയിടവും സമ്മാനമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് 10,000 ആളുകളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത നിയമവിരുദ്ധ ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നടപടി. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെട്ടു. തികച്ചും നിയമവിരുദ്ധമായി നടത്തിയ തട്ടിപ്പ് പ്രഥമദൃഷ്ടിയ കുറ്റക്കാരാണെന്ന് ലോട്ടറി വകുപ്പ് അറിയിച്ചിരിക്കുന്നു. തുടർന്ന് ഇന്റലിജൻസ്, വിജിലൻസ് ആൻഡ് ഇൻസ്പെക്ടർ
ഇൻസ്പെക്ഷൻ വിങ്ങിനും സംഭവത്തിൽ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ലോട്ടറികളോ സമ്മാന കൂപ്പണുകളോ പ്രിന്റ് ചെയ്ത് വിൽപ്പന നടത്തുകയോ നറുക്കെടുക്കുകയോ നടത്തിയ സമ്മാനം വിതരണം ചെയ്യുന്നതിനോ സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ എന്ന നിയമം നിലനിൽക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്തുകൊണ്ട് 1000 രൂപ ടിക്കറ്റ് നിരക്കിൽ സീരിയൽ നമ്പറുകളും വീടും പറമ്പും ഒന്നാം സമ്മാനം തുടങ്ങി നിരവധി സമ്മാനങ്ങൾ എന്ന പേരിൽ കൂപ്പൺ ലോട്ടറികൾ പ്രിന്റ് ചെയ്ത് വിൽപ്പന നടത്തി കോടികളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, എന്തായാലും മലപ്പുറം പോലീസ് മേധാവി ഇതുമായിട്ടുള്ള അന്വേഷണം പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് പുറത്തു കൊണ്ടുവരണം. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ദാണ്ട ഈ മാസം 25-ാം തീയതി കാദർ കരിപ്പൊടി ഒരു ഞറുക്കെടുപ്പ്, അതായത് മാറ്റിവെച്ചത് 27-ാം തീയതി നടത്താനിരുന്നത് അടുത്ത 25-ാം തീയതിയിലേക്ക് കൊണ്ടുപോയി. കാരണം ടിക്കറ്റ് അത്രയും വിറ്റ് പോയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നിയമ നടപടി എന്താണെന്ന് നോക്കണം. നമ്മൾ ഒരാൾ ഭയങ്കരമായിട്ട് വയ്യ, ക്യാൻസർ ആണ്, നിങ്ങൾക്ക് ക്യാൻസർ രോഗം എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ രോഗം എന്താണെന്ന് അറിയാൻ RCCയുടെ ഫ്രണ്ടിട്ട് വാങ്ങി നിന്നാൽ മതി. അവിടെ ഒരാളല്ല നിൽക്കുന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പം ഒരാൾക്ക് മാത്രമല്ല ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് വന്നിരിക്കും. ഇതിലും ദയനീയമായിട്ട് വീട് പോലും ഇല്ലാത്ത ആൾക്കാർ കിടപ്പുണ്ട്. ഈ പറയുന്ന ഡയാലിസിസ് ചെയ്യാനായിട്ട് 1 രൂപ കയ്യിലില്ലാത്തവര്. അപ്പൊ പിന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇത്രയും അധികം ഒരു പുഷ് കൊടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് ആ ഒരു സ്വാർത്ഥ താല്പര്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞിനെ പറ്റി എനിക്ക് ഇതിനകത്ത് ഫുൾ ഈ ഒരു വീഡിയോ ഇത്രയും നാൾ ചെയ്തതിനകത്തും ഇവരുടെ ഈ ഒരു ഇൻസിഡന്റ് ലൈവും ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം,